ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹ് അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, കൈരളി മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യത്തിൻ്റെ വിത്തുകൾ വിതക്കപ്പെടുന്നതിന് മുമ്പ് നിരാക്ഷേപം നടന്നു വന്നിരുന്ന സദാചാരങ്ങൾ, പുണ്യകർമ്മങ്ങളെല്ലാം ആധുനിക കാലത്ത് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മശായിഖുമാർ, ആലിമീങ്ങൾ, ഉസ്താദുമാരെല്ലാം അത്തരം വില കുറഞ്ഞ വിമർശനങ്ങളുടെയൊക്കെ മുനയൊടിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തനതായ കർമ്മങ്ങൾ, സദാചാരങ്ങൾ എല്ലാം സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ചില വിവരദോഷികൾ അവരുടെ ചതിയിൽപ്പെട്ട് സാധാരണക്കാരെല്ലാം വിമർശനങ്ങളെ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് തെറിച്ചുപോയ പുത്തൻവാദികൾ, അവരുടെ വിമർശനങ്ങളെ നമ്മൾ കാര്യമാക്കുന്നില്ല. കാരണം അവർക്ക് പ്രമാണങ്ങൾ എന്താണെന്നോ പ്രമാണങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നോ അറിയില്ല. എന്നാൽ ഞങ്ങളും മുഖല്ലിദുകളാണ്, മദ്ഹബിൻ്റെ ആളുകളാണ്, ഷാഫിഈ മദ്ഹബുകാരാണെന്നൊക്കെ വാദിച്ചു കൊണ്ടുവരുന്ന ചിലർ, അത്തരക്കാർ സുന്നത്ത് ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ മദ്ഹബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അവരെ പ്രതിരോധിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിൻ്റെ കർത്തവ്യമാണ്. അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെ, ആലിമീങ്ങളുടെ, മശായിഖുമാരുടെ കർത്തവ്യമാണ്. അതവർ അൽഹംദുലില്ലാഹ് ഭംഗിയായി നിർവഹിക്കുന്നുമുണ്ട്. അത്തരം വിമർശിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പള്ളികളിലെല്ലാം ഇഖാമത്തിന് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചെല്ലുന്നൊരു സമ്പ്രദായമുണ്ട്. ഒരു സദാചാരവും പുണ്യകർമ്മവും അതിലുപരി സുന്നത്തായ ഒരു കർമ്മമായിട്ടാണ് സുന്നികൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് സുന്നത്താണ് നമ്മൾ പഠിപ്പിച്ചതും കേരളത്തിൻ്റെ ആത്മീയാചാര്യർ, കൈരളി മുസ്ലിങ്ങളുടെ ആത്മീയാവലംബം, ലോക പ്രശസ്തമായ ഫത്ഹുൽ മുഈൻ്റെ കർത്താവുമായ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ തന്നെയാണ്. എന്നാൽ ഫത്ഹുൽ മുഈനിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് സുന്നത്തില്ല എന്നുള്ളതാണ് പ്രബലം എന്ന് വിമർശകർ, ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവറുകളെ ഉദ്ധരിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും, ഫത്ഹുൽ മുഈൻ ഇങ്ങനെ ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് അമൽ ചെയ്തുകൂടെ? അപ്പോൾ ഈ വിമർശകർ പറയുന്നത്, ഫത്ഹുൽ മുഈനും ഫതാവൽ കുബ്രയും തമ്മിൽ, ഫത്ഹുൽ മുഈനും ഫതാവൽ കുബ്രയും തമ്മിൽ ഇടഞ്ഞാൽ മഅദല്ലാഹ്, അത് ഇടിയോ? ഏതായാലും അവരുടെ വാക്ക് അങ്ങനെയാണ്, ഇടഞ്ഞാൽ ഫതാവൽ കുബ്രയാണ് മുന്തിക്കേണ്ടത്, ഫത്ഹുൽ മുഈൻ അല്ല എന്നാണ് അവരതിന് ന്യായം പറയുന്നത്. എന്നാൽ സത്യത്തിൽ വല്ല ഇടർച്ചയും ഈ രണ്ട് കിതാബുകൾ തമ്മിലുണ്ടോ? എന്താണ് ഫത്താവുൽ കുബ്രയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ആദ്യം വിമർശകർ ഉന്നയിക്കുന്ന തെളിവ് തന്നെ നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഷാഫിഈ മദ്ഹബിലെ അവസാന വാക്കാണ്. മഹാനവറുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറഞ്ഞത് നോക്കാം. അവിടുത്തെ ഫത്താവൽ കുബ്രയിൽ മഹാനർ പറയുന്നു, ഫത്താവൽ കുബ്ര 1-ാം വാള്യം 129-ാം പേജാണ് നമ്മുടെ കയ്യിലുള്ള നുസ്ഖ. മഹാനരോട് ചോദിക്കുന്നു, ഓ സുഇല റളിയല്ലാഹു അൻഹു,
ഹൽ നസ്സ അഹദുൻ അല ഇസ്തിഹ്ബാബി സ്വലാത്തി വസ്സലാമി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലൽ ഇഖാമത്തി. ഇഖാമത്തിൻ്റെ ആദ്യം അഥവാ ഇഖാമത്തിന് തൊട്ട് മുമ്പായിട്ട്, ഇഖാമത്ത് തുടങ്ങുന്നതിന് മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്താണെന്നതിനെ ഏതെങ്കിലും ഇമാമ് നസ്സാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഫഅജാബ, മഹാനവറുകൾ മറുപടി നൽകുകയാണ്, നഫഅല്ലാഹു ബിഉലൂമിഹി വബറകതിഹി ബിഖൗലിഹി ലം അറ മൻ ഖാല ബിനദ്ബി സ്വലാത്തി വസ്സലാമി അവ്വലൽ ഇഖാമത്തി. ഇഖാമത്തിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്താണ് എന്നത് പറഞ്ഞ ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ, കണ്ടിട്ടുണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ഏതായാലും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ട പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത്, അഥവാ എനിക്കറിയുന്ന പണ്ഡിതന്മാർ അവരെന്താണ് പറഞ്ഞത്? ഇന്നമല്ലദീ ദക്കറഹു അഇമ്മത്തുനാ, നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അന്നഹുമാ സുന്നത്താനി അഖിബൽ ഇഖാമത്തി കൽ അദാനി, ബാങ്ക് പോലെ തന്നെ ഇഖാമത്തിൻ്റെ ഉടനെയാണ് സ്വലാത്തും സലാമും ചൊല്ലേണ്ടത്. ഇതാണ് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞത്. അതിന് മുമ്പ് സുന്നത്തിനെ കുറിച്ച് സുന്നത്താണെന്ന് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടില്ല. മഹാനവറുകൾ നീതി പുലർത്തുകയാണ്, കാണാത്ത കാര്യം പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? എന്നാൽ ഫത്ഹുൽ മുഈനിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫത്ഹുൽ മുഈനിൽ മഹാനായ മഖ്ദൂം തങ്ങൾ, മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനാണ് ആര്? മഖ്ദൂം തങ്ങൾ, ഫത്ഹുൽ മുഈനിന്റെ കർത്താവ്. മഹാനർ ഫത്ഹുൽ മുഈനിൽ എന്താ പറയുന്നത് നോക്കാം. വതുസന്നു സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബലൽ ഇഖാമത്തി, ഇഖാമത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അലാമാ ഖാലഹു നബവിയ്യു ഫീ ശർഹിൽ വസീത്ത്. ഇത് മഹാനവർ എവിടുന്നാണ് ഉദ്ധരിക്കുന്നത്? ശർഹുൽ വസീത്തിൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച്. അപ്പോൾ സുന്നത്താണ് എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളിലൂടെ സമർത്ഥിക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ തന്നെ തെളിയിക്കുകയാണ്, സുന്നത്താണ് എന്നതാണ് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നു. വഅ്തമദഹു ശൈഖുന ഇബ്നു സിയാദ്, ബഹുമാനപ്പെട്ട ശൈഖുന ഇബ്നു സിയാദ് തങ്ങൾ ഇതിനെയാണ് ഈത്തിമാദാക്കിയിട്ടുള്ളത്, സുന്നത്തുണ്ട് എന്ന് പറയുന്നതിനെയാണ് ഈത്തിമാദാക്കിയിട്ടുള്ളത് എന്ന് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്. ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എവിടെയാണ് ഇടർച്ച വരുന്നത്? ഒരു ഇടർച്ചയില്ല. മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ തങ്ങളോട് ആ ഫത്വ ചോദിക്കുകയും ആ ഫത്വ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് മഹാനവറുകൾ കാണാത്തത് കൊണ്ട് ആ ഫത്വയിൽ അത് വന്നിട്ടില്ല. അതേസമയം അതിനുശേഷം രചിക്കപ്പെടുന്ന ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടത്തേക്ക് കിട്ടിയ അറിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട മസ്അലകൾ മഹാനായ ശൈഖുന ഇബ്നു സിയാദ് തങ്ങളുടെ ഫത്വയും ഏറ്റുമാതും എല്ലാം ലഭിച്ചിട്ടാണ് ഫത്ഹുൽ മുഈൻ രചിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ടും തുസന്നു എന്ന ലഫ്സ് തന്നെ കൊടുത്തുകൊണ്ടാണ് സമർത്ഥിക്കുന്നത്. അപ്പോൾ ഇല്ല എന്ന് ആര് പറഞ്ഞിട്ടില്ല? ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ല എന്ന് പറയുന്നത്. മറ്റേത് ലം അറ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ കണ്ടത് എന്താണ്? അക്കിബൽ അദാനി വൽ ഇഖാമത്ത്, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷമാണ് സുന്നത്ത് എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷമാണ് സ്വലാത്തും സലാമും സുന്നത്താണെന്ന വിഷയത്തിൽ തർക്കമില്ല, അതെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇഖാമത്തിന് മുമ്പ് സുന്നത്താണോ ഇല്ലേ എന്നതാണ് ചർച്ചാ വിഷയം. ആ ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ തങ്ങൾ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്നതും മഹാനായ മഖ്ദൂം തങ്ങൾ അത് സുന്നത്താണെന്ന് ഇമാമുൻ നവവി പറഞ്ഞിട്ടുണ്ട്, അതാണ് മുഅ്തമദ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സിയാദ് തങ്ങൾ ഇത്തിമാദാക്കിയിട്ടുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഫത്ഹുൽ മുഈനും ഫത്താവുൽ കുബ്രയും പഠിച്ചു പറയുന്നവർക്ക് നല്ല അതിൻ്റെ കമാഹക്കോ അത് മനസ്സിലാക്കേണ്ടതുപോലെ വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് അത് തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ്.
ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യം കൂടി പറയാം. ബാങ്കിന് മുമ്പ് സുന്നത്താണോ? അതൊരു ചോദ്യം വരുമല്ലോ. അപ്പോൾ ബാങ്കിന് മുമ്പ് സുന്നത്താണോ എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സിയാദ് തങ്ങൾ ഇഖാമത്തിന് മുമ്പ് സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്, അതാണ് മുഅ്തമദ് എന്ന് പറഞ്ഞ ശേഷം തുടരുന്നു, അമ്മ ഖബലൽ അദാനി ഫലം അറ ഫീ ദാലിക ഷൈഅൻ. എന്നാൽ ബാങ്കിന് മുമ്പ് സ്വലാത്ത് സുന്നത്തുണ്ടോ എന്ന വിഷയത്തിൽ ഇല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആ വിഷയത്തിൽ ഒന്നും കണ്ടിട്ടില്ല, രേഖയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇതും മഖ്ദൂം തങ്ങൾ ഉദ്ധരിച്ച ശേഷം പറയുന്നു, അങ്ങനെ നിർത്തി പോവാനായിട്ടില്ല, നമുക്കൊന്നും കൂടി പറയാനുണ്ട്. മഖ്ദൂം തങ്ങളുടെ ഗുരുവും ആത്മീയ ഷെയ്ഖുമായ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ദായിറത്തുൽ ഇർഫാൻ സൈനുൽ ആബിദീൻ മുഹമ്മദുൽ ബക്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. വഖാല ശൈഖുൽ കബീർ അൽ ബക്രി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറയുന്നു, ഇന്നഹാ തുസന്നു ഖബലഹുമാ, എന്നാൽ സ്വലാത്തും സലാം മുത്തുനബി തങ്ങളുടെ പേരിൽ ഇഖാമത്തിനു മുമ്പും ബാങ്കിന് മുമ്പും സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൽഹംദുലില്ലാ, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കക്ക് ഒരു വകുപ്പും ഇവിടെ ഇല്ല. പുത്തൻവാദികൾ അല്ലെങ്കിൽ മദ്ഹബിന്റെ ആളുകളാണെന്ന്, മുഖല്ലിദുകളാണ്, ഷാഫി മദ്ഹബുകാരൻ വാദിക്കുന്ന നിഷേധികളുടെ ചതിയിൽ അവർ പെടാൻ യാതൊരു ചാൻസും ഇല്ലാത്ത വിധം നമ്മുടെ ഇമാമിങ്ങളെല്ലാം എല്ലാ രീതിയിലും കാര്യങ്ങൾ ക്ലിയറാക്കി, വിമർശകരുടെ നാവടക്കുന്ന രീതിയിൽ എല്ലാ വിമർശനത്തിന് ഓപ്ഷനുള്ള എല്ലാ വാതിലുകളും അടച്ച് നമുക്ക് അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്ത് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും ചതിയിൽപ്പെടരുത്. സ്വലാത്ത് ചെല്ലുന്നവർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. വലില്ലാഹിൽ ഹംദ് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈർ.